വൈകാരികമാണ്. കാരണം ഒരുമിച്ച് യാത്ര പോയവർ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധം സൂക്ഷിച്ചവർ അവർ ഒരുമിച്ച് യാത്ര പറയുന്നു. അവർക്കെല്ലാം തന്നെ യാത്രാമൊഴി ഒരേ സമയം നൽകുക എന്നുള്ളത് ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം വൈകാരികമാണ്. കാരണം ഈ പ്രദേശത്തിന് വേണ്ടി കുറേ കാലമായി പ്രവർത്തിക്കുകയും കുറേ കാലമായി ഈ സ്കൂളിൽ തന്നെ അല്ലെങ്കിൽ സ്കൂളിനും അതോടൊപ്പം തന്നെ ഏത് പരിപാടികൾ സംഘടിപ്പിക്കുമ്പോഴും ഏറ്റവും ഈ പ്രദേശത്തെ ഏതൊരു പരിപാടിക്കും സജീവമായി നിൽക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഇവരെല്ലാം തന്നെ. പക്ഷേ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ അടുത്ത ബന്ധമുള്ളവരാണോ? ഏറ്റവും അടുത്തിട്ടുള്ളതാണോ? ഞാൻ ഈ വാർഡിലെ മെമ്പറാണ്. അപ്പോൾ നമ്മുടെ സ്കൂള് പാങ്ങല സ്കൂളല്ല, എല്ലാവരും അറിയുന്ന ആൾക്കാർ തന്നെയാണ്. ഒരുവിധമുള്ള എല്ലാവരും അറിയുന്ന ആളുകൾ തന്നെയാണ്. ഒരുപാട് സങ്കടമുണ്ട്. ഭയങ്കര തീരാ ദുഃഖമാണ് ഇപ്പോൾ ഈ നാടിന്. കുറുവ പഞ്ചായത്തിന് തന്നെ ഒരു തീരാ ദുഃഖമുള്ളൊരു ഇതായിട്ടുണ്ട്. ഇനിയിപ്പോൾ 8:30 ഇവിടെ എത്തിച്ചേരും. എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും ഈ അധ്യാപകരൊക്കെ സജീവമായിരുന്നു അല്ലേ? എല്ലാ കാര്യങ്ങൾക്കും സജീവമായിരുന്നു. ഇവിടെ ഇപ്പോൾ ഈ പ്രാവശ്യം മങ്കട സബ് ജില്ല കലോത്സവി അമ്പലപ്പള്ളി സ്കൂളിൽ വെച്ചിട്ടായിരുന്നു. അതിനൊക്കെ അവിടുത്തെ ടീച്ചേഴ്സ് ഡ്യൂട്ടിക്കായിട്ടും എല്ലാ കാര്യങ്ങൾക്കും എല്ലാ ടീച്ചേഴ്സും എല്ലാം ഉണ്ടായിരുന്നു ഇവിടെ. ഈ വ്യക്തിപരമായൊരു നഷ്ടം കൂടിയാണോ? കാരണം ഈ സ്കൂളുമായി ഏറ്റവും അടുത്ത ബന്ധം സൂക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ നാട്ടിൽ എല്ലാ പരിപാടികൾക്കും സജീവമായ അധ്യാപകരാണ്, നാട്ടിലെ ആളുകൾ തന്നെയാണ്. എങ്ങനെയാണ്? നമ്മുടെ നാടിനെ സംബന്ധിച്ച് തീരാ ദുഃഖം തന്നെയാണ്. എല്ലാവരും വേണ്ടപ്പെട്ടവരാണ്. ആ സ്കൂളിൽ സൗകര്യം ഇല്ലാത്തത് കാരണമാണ് പൊതുദർശനം ഈ സ്കൂളിലോട്ട് മാറ്റിയിട്ടുള്ളത്. എന്താ പറയുക, പല വീടുകളിൽ ഇപ്പോഴും അവർ അറിഞ്ഞിട്ടില്ല, ഇങ്ങനെ അപകടത്തിൽ പെട്ടു എന്നാണ്. ആ ഒരു രീതിയിൽ മക്കൾ തിരിച്ചു വരും, പേരക്കുട്ടികൾ തിരിച്ചു വരും എന്നുള്ള ആ ഒരു അർത്ഥത്തിലാണ് കുടുംബം ഒന്നടങ്കം അവിടെ നിൽക്കുന്നത്. ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ എല്ലാവരുടെ വീട്ടിലും പോയിട്ടുണ്ട്. HMന്റെ വീട്ടിലോട്ട് എത്തിയിട്ടില്ല. അവർ പിന്നെ പുലാമന്തോൾ പഞ്ചായത്തിൽ അതുപോലെ ആശ ടീച്ചറെ വീട്ടിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. ഇവിടെ വേണ്ട ക്രമീകരണങ്ങൾക്കൊക്കെ ഇവിടെ നിന്നതാണ് ഞങ്ങൾ മെമ്പർമാരെല്ലാവരും ഉണ്ടായിരുന്നു. പല വീടുകളിലും അറിയിച്ചിട്ടില്ല, ഇപ്പോഴും രക്ഷിതാക്കൾ ഉൾപ്പെടെയുള്ളവരോട് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പതിയെ ഉൾക്കൊണ്ട് അങ്ങനെ ആക്സിഡന്റ് സംഭവിച്ചു എന്നേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി അവർ പതിയെ അറിഞ്ഞോട് ഒറ്റടിക്ക് കേൾക്കുമ്പോൾ ആർക്കായാലും അത് ഷോക്കായിരിക്കുമല്ലോ. ആ അർത്ഥത്തിൽ അവരൊന്നും വേണ്ടപ്പെട്ട കുടുംബത്തിൽ അത്രയും വേണ്ടപ്പെട്ട ഉമ്മ ഭർത്താക്കന്മാരൊന്നും അറിഞ്ഞിട്ടില്ല. ഇവിടെ എങ്ങനെയാണ് നമ്മളിപ്പോൾ സജ്ജീകരിച്ചിരിക്കുന്നത്? 9 മണി മുതൽ എത്ര മണി വരെ അങ്ങനെ ഒരു ക്രമീകരണമുണ്ട്? 1 മണിക്കൂർ ഇവിടെ വെക്കാനുള്ള ഉദ്ദേശമാണ്. അത് കഴിഞ്ഞ് അവരവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോയി മതാചാര പ്രകാരം സംസ്കാരം നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ തന്നെ ഈ 7:30 ആവുന്നേ ഉള്ളൂ. ഇപ്പൊ തന്നെ നിരവധി ആളുകൾ എത്തിക്കഴിഞ്ഞു, സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ എത്തിക്കഴിഞ്ഞു. അപ്പോൾ മുതൽ ഇങ്ങനെ തന്നെയാണ് ഇവിടെ. പിന്നെ 4 മണി വരെ തന്നെ ആരും പോയിട്ടില്ല, രാത്രിയിൽ പോയിട്ടില്ല. എന്താ പറയാ, അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു മരണമായിപ്പോയി. എല്ലാവരും കൂടെ ഒന്നിച്ച് പോയി. ആ സ്കൂളിനെ സംബന്ധിച്ച് ഇനി അവിടെ 3 അധ്യാപകരേ ഉള്ളൂ, ബാക്കി എല്ലാവരും പോയി. കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉൾപ്പെടെ മജീദ് മാഷ് എന്ന് പറഞ്ഞിട്ട് അവര് ഭിന്നശേഷി മേഖലയുടെ ഒക്കെ ഒരുപാട് ഭാരവാഹിത്വം വഹിക്കുന്ന ഒരാൾ കൂടിയാണ്. അവര് ഭാര്യ കൂടെ പോയിട്ടുണ്ട്. കണ്ണ് കാണാത്തത് കൊണ്ട് തന്നെ ഭാര്യ എപ്പോഴും കൂടെ പോവാറുണ്ട്. ഈ അടുത്താണ് അവർ വീട് വെച്ച്, പുതിയ വീടൊക്കെ വെച്ച് 2 മാസമേ ആയിട്ടുള്ളൂ മജീദ് മാഷ് താമസം തുടങ്ങിയിട്ട്. വലിയൊരു ദുഃഖമാണ് അതല്ലേ? തീർച്ചയായിട്ടും ഇത് താങ്ങാൻ പറ്റാത്തൊരു ദുഃഖം തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഈ കാഴ്ച പരിമിതിയുള്ള അധ്യാപകൻ ഉൾപ്പെടെയുള്ളവരാണ് ഇപ്പോൾ മരണത്തിന് കീഴടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നേരത്തെ ഇവർ പറഞ്ഞ പോലെ വാർഡ് കൗൺസിലറാണ്. ഇവർ പറയുന്നത് പോലെ ഈ 2 മാസം മുൻപാണ് മാഷ് ഇവിടെ വീട് വെച്ചത്. ആ കുടുംബത്തോടൊപ്പം ആ വീട്ടിൽ കഴിയാൻ അല്ലെങ്കിൽ വലിയൊരു ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ 2 മാസം മുൻപ് വീട് വയ്ക്കുന്നു. ഈ 2 മാസത്തിന് ശേഷം അദ്ദേഹത്തിന് കാഴ്ച പരിമിതി ഉള്ളത് കൊണ്ട് തന്നെയാണ് ഭാര്യ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തോടൊപ്പം ഈ യാത്രയിൽ പങ്കാളിയായത്. പക്ഷേ അവർ രണ്ടുപേരും ഇപ്പോൾ തിരിച്ചു വരാത്തൊരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. എന്തായാലും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ മൃതദേഹം ഇങ്ങോട്ടേക്ക് 9 മണിയോടെ മാത്രമേ എത്തിക്കൂ എന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ തന്നെ നിരവധി ആളുകൾ ഈ സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഗേറ്റ് മുതൽ ഇങ്ങോട്ടേക്ക് ആളുകൾക്ക് പ്രവേശനത്തിന് നിയന്ത്രണമുണ്ട്. കാരണം കൂടുതൽ ആളുകൾ ബാരിക്കേഡ് തിരിച്ച് ഈ അകത്തേക്ക്, അതായത് ഒരു പന്തലിലാണ് 9 മൃതദേഹങ്ങളും സജ്ജീകരിച്ച് അല്ലെങ്കിൽ വയ്ക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആ 9 മൃതദേഹങ്ങൾ ഒരു ഭാഗത്തു നിന്ന് കയറ്റി 9 മൃതദേഹങ്ങളും കണ്ട് മറുഭാഗത്തുകൂടി ഇറങ്ങുന്നൊരു സാഹചര്യമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സൗകര്യമാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. നമ്മളിപ്പോൾ സംസാരിക്കുന്ന നമ്മളിപ്പോൾ പലരോടും സംസാരിച്ചു കഴിഞ്ഞു. ആ എല്ലാവരും പറയുന്ന ഒറ്റ കാര്യം എന്ന് പറയുന്നത് എല്ലാവരുമായും അടുത്ത ബന്ധം സൂക്ഷിക്കുന്നു എന്നുള്ളതാണ്. 2 പേർ മാത്രമാണ് മറ്റൊരു സ്ഥലത്തു നിന്നുള്ള അധ്യാപകർ. ഈ പ്രധാന അധ്യാപികയും ഒപ്പം തന്നെ മറ്റൊരു അധ്യാപികയും മാത്രമാണ് അല്പമെങ്കിലും ദൂരെയുള്ളത്. ബാക്കി എല്ലാവരും ഈ സ്കൂളിന് അടുത്ത് അല്ലെങ്കിൽ ഇവിടെ പഠിച്ചതോ അല്ലെങ്കിൽ ഈ നാട്ടിലെ ആളുകളോ ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രത്തോളം വൈകാരികമായി എല്ലാവരും പ്രതികരിക്കുന്നത് എന്നുള്ളതും നമ്മൾ കാണേണ്ടതാണ്. നമ്മളോട് സംസാരിക്കുമ്പോൾ, നമ്മൾ പലരോടും സംസാരിക്കുമ്പോൾ
അവരൊക്കെ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ പലപ്പോഴും ഈ ബന്ധുക്കളോടൊന്നും തന്നെ ഈ കാര്യം പറയാൻ ആവുന്നില്ല. കാരണം ചില വീടുകളിൽ അമ്മ മാത്രമാണുള്ളത്. അപ്പോൾ ആ അമ്മയോട് സംസാരിക്കുക അല്ലെങ്കിൽ അമ്മയോട് ഈ മകളുടെയൊക്കെ ഈ വിയോഗം പറയുമ്പോൾ അവർക്ക് അംഗീകരിക്കാനാകാത്ത ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ പ്രായമായവരുണ്ട് വീടുകളിൽ. അത്തരത്തിലുള്ള ആളുകളോട് ഈ കാര്യങ്ങൾ പറയുമ്പോൾ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളത്, പ്രത്യേകിച്ച് ഈ മൃതദേഹം ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ ഇനിയും സമയമുണ്ട്. അതിനുശേഷം മാത്രം, അതായത് ഈ മൃതദേഹം ഇവിടേക്ക് എത്തിച്ചതിന് ശേഷം മാത്രം കാര്യങ്ങൾ പറഞ്ഞാൽ മതി എന്നൊരു തീരുമാനം കൂടി അവരെടുത്തിട്ടുണ്ട്. എന്തായാലും എല്ലാ ഒരുക്കങ്ങളും ഇതിനോടകം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യം ഇതിനകത്തേക്ക് പ്രവേശനം അല്പസമയത്തിനകം തന്നെ നിയന്ത്രിക്കും. കാരണം അവിടെ നിന്നും ആംബുലൻസ് ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പ്രവേശനം നിയന്ത്രിച്ചതിന് ശേഷം 9 മൃതദേഹങ്ങളും വരിയായി വയ്ക്കുകയും ആ ഫ്രീസറിൽ തന്നെയാണ് വയ്ക്കുന്നത്. ആ ഫ്രീസറിൽ 9 മൃതദേഹങ്ങളും വയ്ക്കുകയും അതിനുശേഷം ഇവിടെ MLA ഉൾപ്പെടെയുള്ളവരുണ്ട്, മറ്റ് ജനപ്രതിനിധികളുണ്ട്. ആദ്യം അവരായിരിക്കും അന്തിമോപചാരം അർപ്പിക്കുക. 9 മൃതദേഹങ്ങളിലും അന്തിമോപചാരവും അർപ്പിച്ചതിന് ശേഷമായിരിക്കും മറ്റുള്ള ആളുകൾക്ക് കാണാനും ഒപ്പം തന്നെ അന്തിമോപചാരം അർപ്പിക്കാനുമുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക. എന്തായാലും വൈകാരികമായ നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഒരാൾക്കും പരസ്പരം അറിയാത്ത ആളുകളില്ല. നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ 3 കിലോമീറ്റർ ദൂരെയുള്ള ഒരാളാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹവും പറയുന്നത് എല്ലാ അധ്യാപകരെയും അറിയാം എന്നുള്ളതാണ്. എല്ലാ അധ്യാപകരുമായും പരിചയമുണ്ട്, വ്യക്തിപരമായി സംസാരിക്കാറുണ്ട്. കാരണം LP സ്കൂളാണെങ്കിൽ അതുകൊണ്ട് തന്നെ കൂടുതൽ സാധാരണഗതിയിൽ മറ്റ് മേഖലകളിലുള്ള കുട്ടികൾ ഇങ്ങോട്ടേക്ക് എത്താറില്ല. പക്ഷെ അപ്പോഴും എല്ലാവരും പറയുന്നത് ഈ സ്കൂളിലെ അധ്യാപകർ അതെല്ലാവരുമായി സംസാരിക്കുന്ന, എല്ലാവരുമായി അടുപ്പം സൂക്ഷിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെയാണ് അവരിങ്ങോട്ടേക്ക് എത്തിയതും എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അത്രത്തോളം അടുത്ത് നിൽക്കുന്നവരെയാണ് ഇവർക്കെല്ലാം നഷ്ടമായിരിക്കുന്നത്. അതിൻ്റെ ദുഃഖം നമുക്ക് എല്ലാവരുടെയും മുഖത്ത് കൃത്യമായി വായിച്ചെടുക്കാം. നിലവിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാങ്ങ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഈ പൊതുദർശനം സജ്ജീകരിച്ചിരിക്കുന്നത്. ആ ഒരുക്കങ്ങൾ ഇതിനോടകം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. നേരത്തെ 9 മണി മുതൽ 10 മണി വരെ എന്നൊരു സമയം നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്കും ആളുകൾ എത്തിയാൽ അതിനപ്പുറത്തേക്കും നീട്ടാം എന്ന് തന്നെയാണ് ഇപ്പോഴുള്ളൊരു തീരുമാനം. രാവിലെ, അതായത് നമ്മൾ നേരത്തെ സംസാരിച്ച ചിലർ പറഞ്ഞത് ഇന്നലെ രാത്രിയാണ് ഇവിടെ പൊതുദർശനം വേണം, ഈ 9 മൃതദേഹങ്ങളും ഒരുമിച്ച് പൊതുദർശനം ഒരുക്കണം എന്നൊരു തീരുമാനത്തിലേക്ക് എടുത്തത്. ആ തീരുമാനം ഉണ്ടായ സമയം മുതൽ തന്നെ ഈ സ്കൂളിലേക്ക് കൂടുതലായി ആളുകൾ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ നിന്നും എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചതിന് ശേഷം മാത്രം ആളുകൾ തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ഇന്ന് പുലർച്ചെ 4 മണിവരെയൊക്കെ ആളുകൾ ഈ സ്കൂളിൽ തന്നെ ഉണ്ടായിരുന്നു. കാരണം തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അന്ത്യയാത്ര ചൊല്ലുമ്പോൾ ഒരു തരത്തിലുള്ള കുറവും ഉണ്ടാകരുത് എന്ന് അവർ കരുതിയതിൻ്റെ ഭാഗമായാണ് ഇന്നലെ 4 മണിവരെ പുലർച്ചെ 4 മണിവരെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ നിൽക്കുകയും എല്ലാ സൗകര്യങ്ങളും ഒരുക്കുകയും ചെയ്തത് എന്നുള്ളതാണ്. വൈകാരികമായ നിമിഷം, അത്രത്തോളം ഈ സങ്കടകരമായ നിമിഷമാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ നിലവിൽ ഈ പലരും നമുക്ക് ഒട്ടും താങ്ങാനാകാത്ത, അതോടൊപ്പം തന്നെ ഈ നിലവിലെ സാഹചര്യത്തിൽ ഈ വളരെ വൈകാരികമായ ഒരു നിമിഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്.